رسول الله السلام عليك يا حبيب റസൂലിന്റെ തിരുപാദം പതിഞ്ഞ ത്വയ്ബ പതിയതിലൊന്ന് ചെന്നു ഞാൻ റഹ്മത്തിന്റെ തിരുഗേഹം പുണ്യ മദീന കൺകുളിരായി കണ്ടു നിന്നു ഞാൻ സദയം തിരുവദനം ഒരു നോക്കു കണ്ടതും സവിധം സലാം ചൊല്ലി ഞാൻ റസൂലിന്റെ തിരുപാദം പതിഞ്ഞ ത്വയ്ബ പതിയതിലൊന്ന് ചെന്നു ഞാൻ റഹ്മത്തിന്റെ തിരുഗേഹം പുണ്യ മദീന കൺകുളിരായി കണ്ടു നിന്നു ഞാൻ പാടി മുത്തിൻ മദ്ഹ് ബൈത്ത് കോർത്തു ഞാൻ മനസ്സിലെ മോഹവും വിളിയുടെ ദാഹവും മതിവരുവോളം കണ്ട് മതി മറന്നു നിന്നു ഞാൻ മന്നവനേകും മാനവർ തേടും മധുര സുഹൃത സുവർഗപതിയിൽ അണഞ്ഞ പോലെ കിസ്സു പറയാം റസൂലിന്റെ തിരുപാദം പതിഞ്ഞ ത്വയ്ബ പതിയതിലൊന്ന് ചെന്നു ഞാൻ റഹ്മത്തിന്റെ തിരുഗേഹം പുണ്യ മദീന കൺകുളിരായി കണ്ടു നിന്നു ഞാൻ ചെയ്യുവാൻ കരനേൻ മോഹം തീരുമോ പ്രിയനേൻ ആശ തീരുമോ പൂവാൻ നബി ഹിജ്റ പോയ നാട്ടിലെ വരവറ്റ നബി റൗള സിയാറത്ത് ചെയ്യുവാൻ കരനേൻ മോഹം തീരുമോ പ്രിയനേൻ ആശ തീരുമോ बहन जी 10 നിസ്കരിച്ചോ എന്റെ പൊന്നു സ്നേഹിത റബ്ബിന്റെ അവിതാ നീ വെടിയുകയാണോ നിത്യമിതാ 5 നേരം തമ്പുരാൻ നിന്നെ കുപ്പിടുന്നു നീ പറയുകയാണോ നിസ്കരിച്ചോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അന്നമാ മുഹമ്മദ് റസൂലുള്ളാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അന്നമാ മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിച്ചോ നെഞ്ചിലഞ്ച് നേരമേ അത് വിട്ടൊഴിച്ചാൽ നീ മുസൽമാനാണോ വിശ്വസിച്ചോ നെഞ്ചിലഞ്ച് നേരമേ അത് വിട്ടൊഴിച്ചാൽ നീ മുസൽമാനാണോ നിസ്കരിച്ചോ
കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ കൽപ്പിച്ചുറപ്പെനിക്കേകിയ മലർമൊട്ടെ കൽവിൻ്റെ കണ്ണേ ഉറങ്ങ് കൽപ്പിച്ചുറപ്പെനിക്കേകിയ മലർമൊട്ടെ കൽവിൻ്റെ കണ്ണേ ഉറങ്ങ് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ ബാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ കണ്ണില്ല ബാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ താമര വിളിയെന്നോ തങ്കത്തിൻ കവിളെന്നോ തപ്പുന്ന വിരലിനാൽ കാണട്ടെ ഞാൻ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ കൽപ്പിച്ചുറപ്പെനിക്കേകിയ മലർമുത്തേ കൽവിൻ്റെ കണ്ണേ ഉറങ്ങ് കൽപ്പിച്ചുറപ്പെനിക്കേകിയ മലർമുത്തേ കൽവിൻ്റെ കണ്ണേ ഉറങ്ങ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഖൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹർഷ ചേച്ചി നല്ല അടിപൊളി, നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലെ രണ്ട് പാട്ടുകളും അടിപൊളി, ഭയങ്കര ഫീല്. ഇപ്പോഴും അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. നമുക്ക് ഇനി കമന്റ്സിലേക്ക് പോവാം. ചേട്ടാ ഹർഷ നന്നായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് രണ്ട് പാട്ട് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും. നല്ല രീതിയിൽ അവസാനിപ്പിച്ചതും ആ പെട്ടെന്നൊരു ഡ്രോപ്പ് വന്നെങ്കിൽ പോലും നല്ല നല്ല സെലക്ഷൻ ആയിരുന്നു. ആ ഒരു പാട്ട് പെട്ടെന്ന് ഒരു പഞ്ചിൽ വന്നിട്ട് പെട്ടെന്ന് ഡ്രോപ്പ് വന്നത്, പക്ഷെങ്കിലും അതൊരു ജേർക്കായിട്ട് ഫീൽ ചെയ്തില്ല. നല്ല സെലക്ഷൻ ഓഫ് സോങ്സ് ആയതുകൊണ്ട് തന്നെ വളരെ ക്ലീൻ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് എൻഡ് ചെയ്ത് വേറൊരു വ്യത്യാസത്തിനുണ്ട്. മറ്റേ സാധാരണ മെറ്റലിൽ നിന്ന് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് അടിച്ച് പൊളിച്ചൊക്കെ നിർത്താറുള്ളൂ. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടൊരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു. ഈ കാണാൻ അത് നല്ല ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. പിന്നെ ആകെ ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, ആ മറ്റേ ദാഹം എന്താ അനുപല്ലവിയിലുള്ളൊരു എന്തായിരുന്നു പോർഷൻ, മോഹവും മിഴിയുടെ ദാഹവും. ദാഹം. അതിങ്ങനെ